Hi all, welcome to Study Win PSC. 10th പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം. ഉത്തരം മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത്. ഉത്തരം എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. ഉത്തരം എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം. ഉത്തരം 1951. COVID-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. ഉത്തരം ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം. ഉത്തരം തൃശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റൈനയുടെ കായിക ഇനം. ഉത്തരം ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 3ഉം ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, 3 വനിതാ ശാക്തീകരണം. അടുത്ത ചോദ്യം, നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ഉത്തരം പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഉത്തരം എസ് സോമനാഥ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം. ഉത്തരം ഡക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 എന്നിവ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സൗരോർജം, 2 ജൈവവാതകവും സൗരോർജവും, 3 കാറ്റിൽ നിന്നുള്ള ഊർജം. അടുത്ത ചോദ്യം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന അയൽരാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളും ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം മൗണ്ട് എവറസ്റ്റ്. മണിക്കാരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഉത്തരം ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം. ഉത്തരം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഉത്തരം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഉത്തരം ഉത്തരായന രേഖ 23.5 നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത. NH-44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല. ഉത്തരം കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ഉത്തരം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. ഉത്തരം ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലികാവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഉത്തരം 6. മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഉത്തരം 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്? ഉത്തരം 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഉത്തരം ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്ര? ഉത്തരം 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990 വിവരാവകാശത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന. ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. ശരിയായ ഉത്തരം ചേർത്ത് വായിക്കാം. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. സന്താൾ കലാപം നടന്ന വർഷം.
ഉത്തരം 1855 മുതൽ 1856 വരെ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ഉത്തരം സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്ന്? ഉത്തരം 1857 മെയ് 10. ക്വിറ്റ് ഇന്ത്യ ദിനം? ഉത്തരം ഓഗസ്റ്റ് 9, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ? ഉത്തരം ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം? ഉത്തരം മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിൽക്കുന്നത്? ഉത്തരം സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? ഉത്തരം ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഉത്തരം ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല? ഉത്തരം ആലപ്പുഴ. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ? ഉത്തരം മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? ഉത്തരം എറണാകുളം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏത്? ഉത്തരം മലപ്പുറം. സംസ്ഥാനത്ത് 8-നും 18-നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽപ്പെടാത്തത് ഏത്? ഉത്തരം നിജാനന്ദ വിലാസം. അടുത്ത ചോദ്യം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നതെവിടെ? ഉത്തരം തൃശൂർ 1936. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? ഉത്തരം അയ്യങ്കാളി. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ്? ഉത്തരം സവർണ ജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? ഉത്തരം വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി 1, 3 എന്നിവ മാത്രം. ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. 3 ഔരസാശയത്തിലെ വായുമർദ്ദം കൂടുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? ഉത്തരം ജീവകം ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? ഉത്തരം നിപ്പ, എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹാർദ്ദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? ഉത്തരം ആർദ്രം. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തതേത്? ഉത്തരം നൈട്രജൻ. വനനശീകരണത്തിന് കാരണമാകാത്തത് ഏത്? ഉത്തരം സസ്യപരിപാലനം. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏത്? ഉത്തരം പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏത്? ഉത്തരം പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഏതാണ് തെറ്റായതെന്ന് നോക്കാം. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങളാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ.
ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം. ഉത്തരം പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്ര? ഉത്തരം 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം. ഉത്തരം 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു. ഉത്തരം സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഉത്തരം 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ആണ്. ഉത്തരം ഭാരം. അടുത്ത ചോദ്യം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഉത്തരം ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്ന ഒരു യൂണിറ്റ് ആണ്. ഉത്തരം കെൽവിൻ. അടുത്തത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പറും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷനും മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 81 ഓപ്ഷൻ സി, 82 ഓപ്ഷൻ എ, 83 ഓപ്ഷൻ ബി, 84 ഓപ്ഷൻ ഡി, 85 ഓപ്ഷൻ എ, 86 ഓപ്ഷൻ ബി, 87 ഓപ്ഷൻ സി, 88 ഓപ്ഷൻ എ, 89 ഓപ്ഷൻ സി, 90 ഓപ്ഷൻ എ, 91 ഓപ്ഷൻ ഡി, 92 ഓപ്ഷൻ സി, 93 ഓപ്ഷൻ ബി, 94 ഓപ്ഷൻ സി, 95 ഓപ്ഷൻ ഡി, 96 ഓപ്ഷൻ ഡി, 97 ഓപ്ഷൻ സി, 98 ഓപ്ഷൻ എ, 99 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, 100 ഓപ്ഷൻ എ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.